രാഹുൽ മാങ്കൂട്ടത്തിന്റെ പൊയ്മുഖം അഴിഞ്ഞു വീണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ആരോപണം വന്നപ്പോൾ പുണ്യാളൻ ചമഞ്ച് കേസെടുത്തപ്പോൾ അയാളെ മഷിയിട്ട് നോക്കിയാൽ പോലും കാണാത്ത അവസ്ഥയായി. രാഹുൽ തെറ്റ് മനസ്സിലാക്കി പ്രായശ്ചിത്തമെന്നോണം രാഷ്ട്രീയം ഉപേക്ഷിക്കണമെന്നും വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഇഷ്യൂ ഉണ്ടായിരുന്ന തുടങ്ങുമ്പോൾ തന്നെ ഒരു പുണ്യവാളന്റെ പരിവേഷമാണ് അണിഞ്ഞിരുന്നത്. പക്ഷെ ആ പൊയ്മുഖം പഴിഞ്ഞു വീണു. പലരും മീഡിയയാണ് നിങ്ങളെല്ലാം പറഞ്ഞപ്പോഴും ആരും എന്നെ പറ്റി കേസ് പറഞ്ഞിട്ടില്ലല്ലോ, കേസ് കൊടുത്തിട്ടില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് രാജിവെക്കുന്നത്, ഇനി എൻ്റെ പേരൊരു കേസും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ എന്ത് തെറ്റായി ചെയ്തത്. പക്ഷേ ഇപ്പോൾ കേസുണ്ടായി. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ ആളിനെ മഷിയിട്ടാൽ പോലും കാണാത്ത വിധത്തിൽ എവിടെയാണെന്ന് പോലും അറിയാത്ത ഒരു ഒളിവിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് കേസില്ലാത്തത് കൊണ്ടാണ് താൻ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം അദ്ദേഹം പുണ്യവാളനാകാൻ ശ്രമിച്ചുവെങ്കിൽ ഇന്ന് അദ്ദേഹം ഒരാളല്ല പല സ്ത്രീകളെയും പീഡിപ്പിച്ചതായിട്ടും അതിൽ ഒരു സ്ത്രീ അവർ പീഡനാനുഭവങ്ങളും ചെയ്ത ആ വൃത്തികേടുകളെല്ലാം ഞാൻ പറയുന്നില്ല, അതൊന്നും എല്ലാം തുറന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് കേസ് കൊടുത്തിരിക്കുന്ന ഈ പരിസ്ഥിതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന്റെ മനസാക്ഷി തന്നെ ചോദിക്കട്ടെ. അദ്ദേഹം പറഞ്ഞായിരുന്നല്ലോ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ആരും കേസ് കൊടുത്തിട്ടില്ല, അവർക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ ഞാൻ രാജിവെക്കേണ്ട കാര്യമില്ല എന്നല്ലേ പറഞ്ഞത്. രാഹുലിനെതിരെയുള്ള പെൺകുട്ടിയുടെ പരാതി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാൻ CPM. രാഹുലിനോട് MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടാത്തത് സ്ത്രീകളോടുള്ള അവരുടെ സമീപനത്തിന് തെളിവ് എന്നാണ് CPM വാദം. ശബരിമല സ്വർണ്ണക്കൊള്ള മറയ്ക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇപ്പോഴത്തെ പരാതിയും കേസും എന്നാണ് കോൺഗ്രസിന്റെ പ്രതിരോധം. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ നിർണായക ഘട്ടം. സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം CPM നേതാവ് പത്മകുമാറിൽ എത്തി നിൽക്കുന്നു. അടുത്തതാര് എന്ന ചോദ്യം CPMനെ ആശങ്കപ്പെടുത്തുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇരയുടെ പരാതി വരുന്നത്. അക്ഷരാർത്ഥത്തിൽ ഇത് സുവർണാവസരമായി കാണുന്നത് CPM ആണ്. സ്വർണ്ണക്കൊള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്ന് പുറമേ പറയുമ്പോഴും തിരിച്ചടിയാകുമോ എന്ന സംശയം പാർട്ടിക്കും മുന്നണിക്കുമുണ്ട്. രാഹുലിനെതിരായ പരാതിയും പോലീസ് നടപടിയും അതുകൊണ്ടുതന്നെ വലിയ ഊർജ്ജമാണ് ഇടതു കേന്ദ്രങ്ങൾക്ക് നൽകുന്നത്. രാഹുൽ വിഷയം തെരഞ്ഞെടുപ്പ് രംഗത്ത് CPM കൂടുതൽ ചർച്ചയാക്കും. ഗുരുതര ആരോപണം വന്നിട്ടും കോൺഗ്രസ് രാഹുലിനെ സംരക്ഷിക്കുകയാണെന്ന് ജനങ്ങളോട് പറയും. രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട് സമരങ്ങളുണ്ടാകും. അന്തസ്സുണ്ടെങ്കിൽ മാന്യതയുണ്ടെങ്കിൽ ഇത് രണ്ടും അയാൾക്കില്ലെന്നറിയാം, എങ്കിൽ പോലും അയാൾ രാജിവെക്കേണ്ടതാണ്. കേരളത്തിലെ ജനങ്ങളെ അങ്ങനെ റീൽസ് ഇട്ട് പറ്റിക്കാമെന്ന് കരുതണ്ട. കുറച്ച് സിനിമാ നടിമാരൊക്കെ ആ നില റീൽസ് അഭിനയിക്കാൻ കിട്ടുമായിരിക്കും. അങ്ങനെ കുറച്ച് ആളുകളെ കൊണ്ടുവന്നിട്ട് ഷാഫിയും ഇയാളും ഒരു ജനപ്രിയനാണ് എന്ന് വരുത്തി തീർത്ത് ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുകയാണ്. അതുകൊണ്ട് റീൽസ് കൊണ്ടൊന്നും രക്ഷപ്പെടാൻ വേണ്ടി കഴിയുന്ന ഒരു കേസായിട്ട് ഇതിനെ കാണേണ്ടതില്ല. കേരളത്തിലെ പോലീസ് വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ പോലീസിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഈ സൈക്കോപാത്ത് ക്രിമിനൽ ഉൾപ്പെടെ ഇദ്ദേഹത്തിന്റെ കൂട്ടാളിയായിട്ടുള്ള ഷാഫിയും സംഘവും ഉൾപ്പെടെ നിയമത്തിന്റെ മുന്നിലേക്ക് വരും എന്ന കാര്യത്തിൽ, വരേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. രാഹുൽ വിഷയത്തിൽ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാണ് കോൺഗ്രസ്.